ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ എടുക്കുന്നത് ഞാനും ആവുട്ടനും കൂടിയാണ് കേട്ടോ. ആവുട്ട ഇപ്പം ഞങ്ങൾ രണ്ടാളും തന്നെ ഉള്ളൂ നമ്മുടെ ഫ്ലാറ്റിൽ. ഇപ്പോഴും ഇപ്പം സമയം 4:30 ആയിട്ടുണ്ട്. അപ്പം അച്ഛ എറണാകുളം വരെ പോയേക്കുവാണ്. ജസ്റ്റ് ഇപ്പോൾ പോയതേ ഉള്ളൂ കേട്ടോ. അപ്പം വൈകുന്നേരത്തേനേ വരത്തുള്ളൂ. വൈകുന്നേരം ചിലപ്പോൾ രാത്രി ആകുമായിരിക്കും കേട്ടോ. ഒരു അത്യാവശ്യമുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. ഞങ്ങൾ രണ്ടാളും തന്നെ ഉള്ളൂ. അപ്പോൾ പോകാൻ നേരത്തൊക്കെ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. ഇന്നലെയൊക്കെ ഭയങ്കര ധൈര്യമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്കായപ്പോഴത്തേക്കും ചെറിയൊരു ടെൻഷൻ, ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടാളും തന്നെ ഒറ്റയ്ക്കുള്ള എനിക്കതൊരു കുഴപ്പമില്ല. ഇനി ഇവളും കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പേടി കൂടുതൽ. അപ്പം എന്താ പറയുക, ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. വീഡിയോ എടുക്കുന്നത് നോക്കി കിടക്കുകയാണ് കള്ളിക്കുട്ടി. അപ്പം എന്താ ഒന്നും പറയാനില്ല. കാരണം ഇവളിപ്പോൾ ഇത്ര നേരമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ഉറങ്ങുമായിരിക്കും. ഉറങ്ങിക്കഴിഞ്ഞാലാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇവൾ ഉണർന്നിരിക്കുമ്പോൾ ഇവളുടെ കൂടെ തന്നെ നമ്മളും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇവൾ ഒന്നേ കരയും, അല്ല എന്തെങ്കിലുമൊക്കെ സൗണ്ടുകൾ കേൾപ്പിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ല. ദോശയ്ക്കുള്ള മാവൊക്കെ റെഡിയാക്കി ഇരിപ്പുണ്ട്. അത് ഉണ്ടാക്കിയാൽ മതി. അത് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഇവളെന്നെ അനുവദിക്കുമോ? പക്ഷേ അനുവദിക്കുമോ എന്നറിയത്തില്ല. അനുവദിക്കുമോ ആദ്യം? പക്ഷേ ആവുകുട്ടി ഞാൻ ഇടയ്ക്ക് ഇവിടെ അന്നക്കുഞ്ഞെന്ന് വിളിക്കും കേട്ടോ. എനിക്ക് മാറിപ്പോവും, മമ്മിയും വിളിക്കും അങ്ങനെ. അപ്പം എന്താ പറയുക, ഇത് ഞങ്ങൾ രണ്ടാളും മാത്രമുള്ളൊരു വ്ളോഗായിരിക്കും. ഞങ്ങളുടെ രണ്ടിൻ്റെയും കൂടെ ഒരു ദിവസമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അവിടെ കിടന്ന് എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്, എന്താണെന്നറിയില്ല കേട്ടോ, അല്ലേ? അപ്പം നമ്മുടെ പരിപാടികൾ തുടങ്ങുകയാണ്. രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ് കേട്ടോ. ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാൻ പ്ലാൻ ഇതുവരെ ഇല്ല. കാരണം എത്രത്തോളം പണി കുറയ്ക്കാമോ അത്രത്തോളം കുറയ്ക്കാമെന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി വയ്ക്കണമെന്നൊക്കെ ഉള്ളത് ഇനി വേണം പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ദോശ 2-3 എണ്ണയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ട് അത്രേ ഉള്ളൂ പരിപാടി. അതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കുക്കിംഗ് എന്ന് പറയുന്നത്. ദോശ ചുടുക എന്നുള്ളതാണ്. ദോശയൊക്കെ ഉണ്ടാക്കി അവിടെ ഇവിടെ കിടത്തിയിട്ടുണ്ട്. അവൾ ഉറങ്ങിയില്ല. ഞാൻ വിചാരിച്ചെന്നാൽ ഇവിടെ കട്ടിലെ കിടത്തുന്നത് ഭയങ്കര ഡേഞ്ചർ ആയതുകൊണ്ടും എനിക്ക് വിശക്കുന്നത് കൊണ്ടും ഞാൻ വിചാരിച്ചു അവളിവിടെ കിടത്തിയിട്ട് ദോശ ഉണ്ടാക്കാം. എനിക്ക് അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ വെണ്ണാപ്പുറം എത്തിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. എനിക്ക് അവൾ ഉറങ്ങിയാൽ പോലും എനിക്ക് ഉറങ്ങാൻ പേടിയാണ്. എന്താണെന്നറിയില്ല, പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഇത്. നേരം വെളുത്തു എന്നാൽ പോലും എനിക്ക് പേടി. അപ്പം ഞാൻ എന്തായാലും ദോശ കഴിക്കട്ടെ. കുഞ്ഞാവ ഇവിടെ കിടക്കട്ടെ. ചീച്ചി കാണിച്ചല്ലേ, ചീച്ചി കാണിച്ച്. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടും ബാൽക്കണിയും എല്ലാം നമ്മുടെ ഈ ഒരു ഇതാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ തുണി ഇടുന്നത്. തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ തെളിയുന്ന ആ വെയിൽ ഫുള്ള് നമുക്ക് അതേപടി കിട്ടും. നമ്മൾ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് ഈ ഫ്രണ്ടിലാണ്. നേരത്തെ മുതൽ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. നമ്മുടെ ഇത് ഞാനിപ്പോൾ അടിക്കുന്നത് അപ്പുറത്തെ സൈഡുകാരുടെ വശമാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടുകാരാണ്. അപ്പുറത്തെ ഫ്ലാറ്റിൽ വേറെ ആളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചവിട്ടി ഇങ്ങോട്ട് കയറി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അടിക്കുമ്പോൾ മുഴുവൻ അടിച്ചില്ലെങ്കിൽ വൃത്തിക്ക് കിടക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം കഞ്ഞി വാർക്കാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. ശ്രമിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നില്ല. ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഡെയിലി അച്ഛയാണ്. അപ്പം ഏത് പാത്രമാണ് അതിൻ്റെ മണ്ടയിൽ മൂടാൻ വെക്കുന്നത് എന്നെനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ആ പദ്ധതി ഉപേക്ഷിച്ചിട്ട് ഞാൻ ഈ സാധനത്തിനകത്തേക്ക് കുടഞ്ഞിട്ട് അതാണ് എനിക്ക് നല്ലതെന്ന് തോന്നി. ഇനി അത് അവിടെ ഇവിടെയും പിടിച്ച് വെച്ചിട്ട് എങ്ങാനും മറിഞ്ഞ് തല വീണെങ്കിൽ പിന്നെ ചോറും പോകും, പരിക്കും പറ്റും, ആളും ഇല്ല കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഇനി അവൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പനിക്കൂർക്കയൊക്കെ എടുത്ത് തിരുമ്മി സെറ്റാക്കി അത് അരിച്ചെടുക്കും കേട്ടോ. അല്ലെ പിന്നെ അതിൻ്റെ ആ ഒരു ഇല മേത്തൂടെ ഇങ്ങനെ പിടിച്ചിരിക്കുമല്ലോ. അപ്പം അത് റെഡിയാക്കി എടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഇപ്പം തന്നെ എഴുന്നേൽക്കുമെന്ന് തോന്നുന്നു. നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ് മെയിൻ. ഹലോ, അപ്പോൾ സമയം 3 മണിയായിട്ടോ. ഞാൻ ചോറുണ്ണാൻ പോകുന്ന സമയമാണ്. ഓംലേറ്റ് ഉണ്ട്, അച്ചാറുണ്ട്, മോരുണ്ട്, ഇത്രയേ ഉള്ളൂ കറി. ഞാൻ പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചില്ല. ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് കേട്ടോ. കുഞ്ഞാപ്പി കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ കിടക്കുവാണ് കേട്ടോ. ആളിപ്പോഴാണ് എഴുന്നേറ്റത്. ഇപ്പോഴല്ല, ഒരു 1/4 മണിക്കൂർ മുമ്പ് അല്ലേ? അപ്പോൾ ഏതായാലും ചോറുണ്ണട്ടെ. ചോറൊക്കെ ഞാൻ വലിച്ചു വരുത്തുന്നു. അവൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി ഒന്ന് ഒതുക്കി സെറ്റാക്കിയാണ്. ഞാൻ ചോറുണ്ട് തീർത്ത് എങ്ങനെയാണെന്നും എനിക്ക് പോലും അറിയത്തില്ല. എന്തിനാണോ വല്ലാണ്ട് ഇരിക്കും. അടുത്ത ഉറക്കത്തിനാണ്. പകല് ഒന്നുകൂടെ ഉറങ്ങും, ഒരുറക്കം കൂടെ അടിപൊളിയായിട്ട് ഉറങ്ങും കേട്ടോ. പിന്നെ നമുക്ക് പറ്റിയ ഉറക്കമൊന്നുമില്ല.
വേറൊന്നും വേണ്ട, അവളുടെ കൂടെ ഒന്ന് ഇരുന്ന് അവളോട് സംസാരിക്കണം. ചോറ് വായി വെക്കുന്ന സമയം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ഹലോ. അപ്പം സമയം ഇപ്പം 7:30 ആയിട്ട്. അപ്പം അച്ഛൻ 8:30 ആകുമ്പോഴത്തേക്കും വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സൗണ്ട് കെറ്റിൽ കിടന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ആവക്കുഞ്ഞ് ഉറങ്ങുവാണ്. അപ്പം ആവക്കുഞ്ഞ് ഉറങ്ങിയ കൂട്ടത്തിൽ ഞാനും കയറി കിടന്നുറങ്ങി. ഒരുപാട് സമയം തുടങ്ങിയില്ല കേട്ടോ, കുറച്ച് സമയം ഉറങ്ങി. ഇനി കുറച്ച് പണികളുണ്ട്. ഇനി കുളിക്കണം, തുണി ഒത്തിരി മടക്കാനുണ്ട്. എല്ലാത്തിനും ഭയങ്കര മടിയാണ്. അവൻ എന്തായാലും ഞാൻ കുളിക്കാനുള്ള വെള്ളമാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കുളിച്ച് സെറ്റായിട്ട് ആക്കി പുറകെ കാണിക്കും. കുറേ നേരമായിട്ട് കുഞ്ഞുമോട്ടെ തുണി മടക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവളുടെ അടുത്ത് എപ്പോഴും ആളിരുന്ന് വർത്താനം പറയണം. അപ്പം ഞാൻ വർത്താനം നടക്കും, തുണി മടക്ക് നടക്കും. അച്ഛൻ എപ്പോഴും നോക്കുമല്ലോ. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. രണ്ട് പരിപാടി നടക്കും. പിന്നെ നമ്മൾ ഇന്നലെ അല്ലേ മറ്റേ ഇങ്ങനത്തെ വീഡിയോ ഇട്ട് മറ്റേ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന രീതിയിൽ അതെങ്ങനെ ഇടുന്ന എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഇടുന്നത് അല്ലേ? അതെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നമ്മൾ കാണിച്ചു തന്നായിരുന്നു. നമ്മളത് ചെയ്യുന്നൊന്നുമില്ലായിരുന്നു. പിന്നെ ഇന്നലെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നേരത്തെ ഞങ്ങൾ ചെയ്തതാണ് കേട്ടോ. വെറൈറ്റി എന്ന് പറഞ്ഞ കാരണം ഞാനിപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നതും കാണാൻ പറ്റില്ലോ എന്ന് ഓർത്തു. അതെ, ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളെയും കാണാൻ പറ്റും. അത് നല്ലൊരിതല്ലേ? അപ്പൊ അതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ തുണി മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ ഇവൾക്കൊരു കൂട്ട് വാങ്ങും, എൻ്റെ പണി നടക്കും. ഞാൻ കൊച്ചു വർത്താനൊക്കെ പണി ഇതെന്നെ ഉടുപ്പോന്നു. ഇതാണ് നമ്മൾ സ്വന്തമായിട്ട് മുഖം തൂത്തുള്ളൂ. ഇവിടെ വെച്ച് കൊടുത്ത തുപ്പലൊക്കെ സ്വന്തമായിട്ട് തൂത്തുള്ളൂ അല്ലേ ആവട്ടെ? അല്ലേ? ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ. പകലൊക്കെ വലിയ കുഴപ്പമില്ലാതെ തുടങ്ങും, രാത്രിയിലും അങ്ങനെയാണല്ലോ പിള്ളേർ പറയുന്നത്. നമ്മളിങ്ങനെ കുറച്ച് റിലേ ഒക്കെ പോയി ഇങ്ങനെ നടക്കും. അപ്പൊ നമ്മൾ ഇനി എന്റെ പരിപാടി ചായ കുടിക്കാം. ചായക്ക് കടി കപ്പ് കേക്ക് ഉണ്ടല്ലേ? എന്തോ അവര് വന്നപ്പോ മേടിച്ചാണ് അന്ന് കപ്പ് കേക്ക്. അപ്പൊ അത് കഴിച്ചപ്പോ എനിക്ക് പിന്നെ കഴിക്കാനായിട്ട് ആഗ്രഹം. ഭയങ്കര വിലയാണ്. ഇങ്ങനത്തെ സാധനം ഒന്ന് മേടിച്ച് കഴിച്ച് ശീലിക്കാൻ വളരെ നല്ല അല്ലേ? കഴിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുമ്പോ അല്ലേ? ശരി. അപ്പൊ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായ ആണ് കേട്ടോ. ചായ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര കട്ടിയാട്ടോ കൊടുക്കും. ഇതിങ്ങനെ പൊട്ടിക്കാൻ കിട്ടുന്ന ഒരു സുഖം. പിന്നെ ആരോ കഴിഞ്ഞ ദിവസം കമന്റ് ചെയ്തില്ലേ, കൊച്ചിനോട് കൊഞ്ചി സംസാരിക്കുന്നു. അവരങ്ങനെ ആയി പോകും, അങ്ങനെ അവർ സംസാരിക്കുള്ളൂ എന്നങ്ങാണ്ട് അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്ന ആ സംഭവം. പക്ഷെ നമുക്കൊരു ഇത് തോന്നണമെങ്കിൽ അങ്ങനെ അവരോട് സംസാരിക്കും. അങ്ങനെ ഒരു കൊഞ്ചൊക്കെ വന്നാലും നമുക്ക് അവരോട് സംസാരിക്കാൻ തോന്നും. അത് കുഞ്ഞുങ്ങളോട് പിന്നെ നമുക്ക് ഒത്തിരി ആധികാരികമായിട്ട് റെഡിയാവേ ഇങ്ങോട്ട് പാടി എന്റെ മുഖത്തോട്ട് നോക്കല്ലേ, അതിന് മുഖത്തോട്ട് നോക്കിയിട്ട് നമുക്ക് ഒത്തിരിയും ഇതായിട്ട് സംസാരിക്കാൻ പറ്റും. കൊഞ്ചിയൊന്നും അല്ല, പക്ഷെ എന്നാലും ഒരു മോഹനത്വത്തോടു കൂടി സംസാരിക്കണം അല്ലേ? അങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത്? നീ എഴുതല്ലോ പാല് വേണം അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല. നമ്മള് പിന്നെ അങ്ങനെ തിരിച്ചു പോയി. ഞാനാണെങ്കിലും നമ്മുടെ ആദ്യക്കൂടിന്റെ അടുത്തും ഒക്കെ എല്ലാവരുടെ അടുത്തും കുഞ്ഞു പിള്ളേരുടെ അടുത്തെല്ലാം നമ്മൾ അങ്ങനെയല്ലേ സംസാരിക്കും. അറിവില്ലായ്മ പറഞ്ഞായിരിക്കും, ചിലപ്പോൾ അറിവുകൊണ്ട് പറഞ്ഞായിരിക്കും, അറിയത്തില്ല എന്താ നമ്മളറിയില്ല. അങ്ങനെ ഓക്കെ. അപ്പൊ ഞാൻ പൊട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് പണ്ടത്തെ പോലെ ഈ കൂടിന് പൈസ മേടിക്കുന്നുണ്ടോ? ഭയങ്കര കട്ടിയായിരിക്കും. വേണമെങ്കിൽ അവർ ചോദിച്ചു അവിടെ തന്നെ വേണോടി കപ്പ് കേക്ക് വേണോ? ഞാൻ കഴിക്കാൻ താപ്പം തന്നെ ഞാൻ ചായ കുടിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് മാങ്ങ മേടിച്ചു, അച്ചാറിട്ട് കാണും. ഇപ്പോൾ 50 രൂപ. ഞാൻ ഓർത്ത് നല്ല വിലയായിരിക്കും ഓർത്ത്. പക്ഷെ ഓവർ പുളിയില്ല, പക്ഷെ തൊണ്ടിന് ഇച്ചിരി കട്ടിയുണ്ട്, തൊലിക്ക് ഇച്ചിരി കട്ടിയുണ്ട്. പെട്ടെന്നാണ്. അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് നല്ല പുളിയായിരുന്നു, കഴിക്കാൻ പോലും പറ്റില്ല. സാധാരണ എന്നിട്ട് പോലും പുളിയായിരുന്നു. സാധാരണ മാങ്ങ എനിക്ക് പച്ചക്ക് തിന്നാൻ പറ്റത്തില്ല, അതുപോലെ പല്ല് പെട്ടെന്ന് പുളിക്കും.
അതൊക്കെ ഞാൻ അത് ഞാൻ ഓർക്കാറുണ്ട്. പക്ഷെ പല്ല് പൊളിച്ച് ഇത്തിരി എങ്ങാനും പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അത് നമുക്ക് പോകണമെങ്കിൽ കുറേ താമസം എടുക്കണം. ഞാനിങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ കൊതി തോന്നി മമ്മി എടുത്ത് കഴിക്കും, എന്നിട്ട് വാതിന് പല്ല് പൊളിക്കും. എൻ്റെ പറയാറുണ്ട്, പണ്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, നമ്മൾ ഈ ഇതിൻ്റെ ഇല്ലേ, ഇതിന് പറഞ്ഞ എന്തോ മാങ്ങാണ്ടി, അത് അങ്ങനെ പറയണ്ട കേട്ടോ. അത് അതിൻ്റെ അകത്തൊരു വെളുത്ത സാധനം, അത് കടിച്ച് പച്ചക്ക് അടിച്ചതാണ്. അത് കടിച്ചാൽ മതി, അപ്പം ഇത് പൊക്കോളെന്ന് പറഞ്ഞു, പുളി ഈ പല്ല് പുളിപ്പ് മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ പണ്ട് പപ്പാടെ അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഇടയ്ക്ക് ഞാൻ കടിക്കാൻ കഴിച്ചു, എന്നാലും കുറച്ചൊക്കെ മാറും. പക്ഷെ മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അങ്ങനെ ഒരു ഇത് ഞാൻ ജീവിതത്തിൽ വെറുക്കാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഈ മാങ്ങ. പ്രഗ്നൻസി സമയത്താണെങ്കിലും അല്ലേ, അന്ന് അധികം കിട്ടിയിട്ടില്ലല്ലേ? അധികം കിട്ടിയിട്ടില്ല. അധികം എനിക്ക് വാങ്ങിച്ചതല്ലായിരുന്നു, സദ്യക്കൊന്നും പറഞ്ഞുകൊണ്ട്. അതൊന്ന് പിന്നെ ഈ ഉപ്പ് കൂട്ടിയായിരുന്നു, ഉപ്പും മുളകും കൂട്ടിയായിരുന്നു കഴിക്കാൻ വേണ്ടി. അപ്പം അത് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപ്പും മുളകും കൂടുതലായിട്ട് ചെന്നാലും പ്രശ്നമുള്ളതായിരുന്നു. അത് ഇങ്ങനെ തോണ്ടി തോണ്ടി കണ്ടമാനം കഴിക്കും. അത് അന്നവർക്കുണ്ടാവും. ഒരു പ്രാവശ്യം അവർ വീട്ടിൽ നിന്ന് വന്നപ്പം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ചാമ്പങ്ങ കൊണ്ടുവരായിരുന്നേ, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ചേട്ടായൊക്കെ വൈനിട്ട് അടിപൊളിയാക്കിയിട്ട് കഴിഞ്ഞാൽ, പക്ഷേ അതിൻ്റെ ഭയങ്കരമായിട്ട് പുഴു കയറി എന്ന് പറഞ്ഞു. നല്ലതായിരുന്നു പറഞ്ഞു, നല്ലതായിരുന്നു, എടുക്കാറായ സമയത്തായിരുന്നു അങ്ങനെയൊക്കെ. അത് ഞാൻ ചാമ്പങ്ങ കണ്ടമാനം തിന്നൂന്നും പറഞ്ഞിട്ട് എനിക്ക് ചുമയും വന്നാലോ പേടിച്ചിട്ട് ചാമ്പങ്ങ മുഴുവൻ കളഞ്ഞു. അവര് ചാമ്പങ്ങ അവിടെ പറിക്കുന്നുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവന്നത് വന്നായിരുന്നു. പിറ്റേ ദിവസം കൊണ്ട് വന്നായിരുന്നു. പക്ഷെ അത് കൊണ്ടുവരാതെ അവര് പറഞ്ഞു നമുക്ക് കൊണ്ടായിക്കാം. മമ്മി പറഞ്ഞു വേണ്ട, കൊണ്ടുപോയാൽ മുഴുവൻ തിന്നിരുന്നു. അങ്ങനെ ചുമ വന്ന ആ സമയത്ത് ചുമ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ. പിന്നെ നിങ്ങളിത് കാണുന്നതായിരിക്കും ഇവിടെ മറ്റേ പായും കുഞ്ഞിനെ അവിടെ കിടത്തുന്ന കേട്ടോ. കാരണം ഇപ്പൊ ഞങ്ങൾ കിടക്കാറുണ്ട് ഒരു സമയത്ത്. കാരണം പകലൊക്കെ അവിടെ കിടക്കുന്നത്, പകലല്ല വെളുപ്പിനെയൊക്കെ ആകുമ്പത്തേനെ. അതെന്ന് പറഞ്ഞാൽ അവള് കമലാൻ തുടങ്ങിയോണ്ട് കട്ടിലെ കിടത്തുന്നത് ഭയങ്കര റിസ്ക്കാണ്. കാരണം എപ്പോഴും അവളെ കൂടുതലാണ്, അവളിങ്ങനെ കമലാൻ തുടങ്ങി തിരിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് തിരിയുമ്പോഴത്തേനും കട്ടിലിൻ്റെ ഇപ്പുറത്ത് വരും. പിന്നെ നമ്മൾ മേടിച്ച കട്ടിലിന് പൊക്കെ കുറവാണെങ്കിലും ബെഡിന് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇതാണ്. എപ്പോഴും ഭയങ്കര ശ്രദ്ധിക്കണം. അവളെറിഞ്ഞിട്ട്